ഈ സിനിമയുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ സബ്ജക്റ്റ് നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള സീനോ സിനാരിയോ അല്ല അടുത്ത് നടക്കാൻ പോകുന്നത്. അതായത് ഷോട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഇങ്ങനെ സീനാണ് നടക്കാൻ പോകുന്നത്, പക്ഷേ അങ്ങനത്തെ ഒരു സീനേ ഈ സിനിമയ്ക്ക് നടക്കില്ല. ഒരു ക്ലീഷേ ബ്രേക്കിംഗ് കൂടിയാണ് ഈ സിനിമ. ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമ ആണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ്, ഒരു ഡാർക്ക് പൊളിറ്റിക്സ് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ഈ സിനിമ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുഖ്യ കഥാപാത്രമായ നസ്ലിൻ്റെ ക്യാരക്ടർ നമ്മളെ പിടിച്ചിരുത്തും. കാരണം നമുക്കറിയാലോ അദ്ദേഹം പ്രേമലുവിലും അങ്ങനെയുള്ള സിനിമയിലൊക്കെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നസ്ലിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിനകത്ത് നസ്ലിൻ്റെ ക്യാരക്ടറിനെ മാത്രമേ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. സിനിമയിലെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്ന സംവിധായകനാണ്. ഇത്തരത്തിലുള്ളൊരു സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, ആ ചങ്കൂറ്റത്തിന് ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ.